ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് കേട്ടോ. അങ്ങനെ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് 13 വർഷം അങ്ങ് കഴിച്ചു പോയി. ഞാൻ പറയും 13 വർഷമോ ഒരു 30 വർഷം ഇവിടെ ഒന്ന് താമസിച്ചതുപോലെ എനിക്ക് തോന്നിയെന്ന്. ഇക്കാ പറയും പെട്ടെന്ന് കഴിഞ്ഞു പോയെന്ന്. അപ്പം നിങ്ങളുടെയൊക്കെ ലൈഫിൽ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് വർഷമായ പോലെ തോന്നുന്നു, അതോ കുറച്ചായ പോലെ തോന്നുന്നു, ഒന്ന് കമൻറ്റ് ചെയ്യണം, അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാത്രി തന്നെ സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്പം തന്നെ എടുത്ത് വെച്ചു. കാരണം പിറ്റേ ദിവസം ആ കോലത്തിൽ ആ കേക്ക് കിട്ടത്തില്ല. അത് ഞാൻ എന്താണെന്ന് പറയാം കേട്ടോ. അപ്പോൾ കേക്കൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇക്ക എനിക്ക് ഗിഫ്റ്റായിട്ട് ട്രൈപോഡ് തന്നു കേട്ടോ. ഒത്തിരി സന്തോഷം അത് കണ്ടപ്പോൾ, എനിക്ക് അത്യാവശ്യമായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ സ്കൂളിലും വിട്ടു. സ്കൂളുള്ള ദിവസമാണേ. അപ്പോൾ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തിനുള്ള പരിപാടിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതാ മോൾ എഴുന്നേറ്റ് വന്നു, ഫ്രിഡ്ജ് തുറന്നു, കേക്ക് കണ്ടു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ പിന്നെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു. കുഞ്ഞുങ്ങളല്ലേ, അവർക്കറിയാമോ ഇതിപ്പോൾ വൈകുന്നേരം കട്ട് ചെയ്യാനുള്ളതാണെന്നൊക്കെ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഒരു സേമിയ പായസമൊക്കെ ഉണ്ടാക്കി കേട്ടോ. അതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കേക്കിൻ്റെ കോലം നിങ്ങൾ കണ്ടോ? അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊന്നുമില്ല കേട്ടോ. ഈ 2 പേരും കൂടെ ചേർന്നിട്ടാണ് ആ കേക്ക് ആ പരുവത്തിലാക്കിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. എന്താഘോഷമുണ്ടോ ഒരു കേക്ക് കട്ട് ചെയ്യും. അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, വെറുതെ ഒരു രസത്തിന്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലുവിൽ പോയിട്ട്